ഹലോ. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി അരക്കുളം പഞ്ചായത്തിലുള്ള ഒരു തിരുവങ്ങായൂർ എന്ന് പറഞ്ഞ മഹാശിവക്ഷേത്രമാണിത്. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന്. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന 108 പടികൾ കയറിയിട്ട് വേണം നമ്മൾ മഹാദേവനെ തൊഴാൻ. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു അമ്പലമാണിത്. ഇതിൻ്റെ 4 ഭാഗവും സ്റ്റെപ്പുകളാണ്. ഇത്രയും സ്റ്റെപ്പില്ല, നമ്മൾ കയറുന്നിടത്താണ് ഈ സ്റ്റെപ്പ്. 4 ഭാഗവും സ്റ്റെപ്പുകളും ഒരു 3 ചെറിയ കുളങ്ങൾ പോലെ പാറ പൊട്ടി ആ ഒരു വെള്ളം ഉള്ള കിണർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നമുക്ക് എല്ലാ അമ്പലത്തിലും പോകുമ്പോൾ ഭക്തിയും ഉണ്ടാവുമെങ്കിലും ഇവിടെ വന്നാൽ ഭക്തി മാത്രമല്ല മൈൻഡ് ഒന്ന് കൂളാവുകയും ചെയ്യും. നമുക്ക് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ പാറ പൊട്ടി, ഈ കാണുന്ന അവിടെ ഒരു പാറ പൊട്ടി കിണർ പോലെ ഒരു ഇത് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അവിടെ വെള്ളം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഈ സ്റ്റെപ്പ് കയറി താഴേന്ന് വേണമായിരുന്നു വെള്ളം കൊണ്ടുവരാൻ. അപ്പോൾ ശിവഭഗവാൻ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ വെള്ളം കൊണ്ടുവരുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു, പ്രായമായ. അവരെ പ്രാർത്ഥന കേട്ട് ഒരു ദിവസം രാത്രി പാറ പൊട്ടി അരുവി ഇങ്ങനൊരു ഇത് കണ്ടതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഉപദേവന്മാരായിട്ട് ശ്രീകൃഷ്ണൻ, ഭഗവതി, പിന്നെ അയ്യപ്പൻ എല്ലാം ഉണ്ട്. പിന്നെ ഒരു നാഗക്കോട്ട ഒരു അതുണ്ട് അതിൻ്റെ അടുത്ത്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു കിണറുണ്ട്, അമ്പലക്കിണർ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം എടുക്കുന്ന കിണറാണത്. അത് ഇതേപോലെ തന്നെ പാറ പൊട്ടിയ ഒരു കിണറാണ്. അത് അവർ ആ ഒരു സ്ക്വയർ രൂപത്തിലൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അവിടുന്ന് നേരെ കടലിലേക്കൊരു വഴി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അവിടെ ആ അമ്പലത്തിൽ ഒരിക്കലും അമ്പലത്തിലെ പേര് കുത്തിയ ഉരുളി ഈ കിണറിൽ വീണപ്പോൾ അത് കൊയിലാണ്ടി കടപ്പുറത്തുള്ള അവർക്ക് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് അവിടെ നിന്ന് കിട്ടിയെന്നും അപ്പോൾ ഈ പേര് കണ്ടപ്പോൾ ഈ അമ്പലത്തിൽ അത് മനസ്സിലായി ഇവിടെ തിരികെ കൊടുത്തു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ചരിത്രമാണ്. എന്നാലും അടുത്ത് പോകാൻ പറ്റുന്നവരൊക്കെ ഈ അമ്പലത്തിൽ നിന്ന് പോകണം. ഭക്തി കൊണ്ട് മാത്രമല്ല അത്രയ്ക്ക് പ്രകൃതി രമണീയമായൊരു സ്ഥലമാണിത്. അപ്പോൾ ഞാൻ പോയി, ഞാൻ ഒരുപാട് ഹാപ്പിയായി, മൈൻഡൊന്ന് കൂളായി. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കറങ്ങി കണ്ടു. പിന്നെ ഈ അമ്പലത്തിൻ്റെ ചുമരൊന്നും തേച്ചിട്ടില്ല. ഈ ഒരു ചെങ്കല്ലാണ്. നല്ല ഭംഗിയുണ്ട് ഇതിനുള്ളിൽ കാണാൻ. ഈ കാണുന്നതാണ് അമ്പലത്തിനുള്ളിൽ ആ കിണർ. പാറ പൊട്ടി ആ പാറയാണ് അതിനുള്ളിൽ. ഇതിലെ വെള്ളവും ഒരു കാലത്തും വറ്റില്ല. വരൾച്ച വന്നാൽ പോലും വെള്ളം വറ്റില്ല. വെള്ളം കുറയേ ഉള്ളൂ, വെള്ളം വറ്റൂല. അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ വരെ വീഡിയോ എടുക്കാനുള്ള അനുവാദമുള്ളൂ കേട്ടോ. മുൻപിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഇതിന് ചുറ്റും സ്റ്റെപ്പുകളാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. നമ്മൾ കയറി വരുന്ന ആ വലിയ 108 പടികൾ കയറിയിട്ട് വേണ്ടി വരാൻ. അതിൻ്റെ തൊട്ട് മുന്നിൽ വലിയ പാറയും അവിടെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട് ആ ഒരു സ്ഥലം കാണാൻ. ഞാൻ 2 തവണ അമ്പലത്തിൽ പോയിട്ടുള്ളൂ. ഈ സ്റ്റെപ്പ് കയറാൻ വാവയും കൊണ്ട് എല്ലാം കൂടെ ബുദ്ധിമുട്ടായിട്ട് പോയിട്ടാണ്. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഈ അമ്പലത്തിൽ ചുറ്റും പ്രദക്ഷിണം വെക്കാൻ കേട്ടോ. എന്തായാലും പോകാൻ പറ്റുന്നവർക്ക് ഇന്ന് പോവുക. മെഡിറ്റേഷൻ ചെയ്യേണ്ടവർ അവിടെ മെഡിറ്റേഷൻ ചെയ്യാം. ഞാനിത് കണ്ടപ്പോൾ എനിക്കിത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം തോന്നി. അപ്പോൾ ഓക്കെ, ബായ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എൻ്റെ വീഡിയോയും എൻ്റെ അവതരണ ശൈലിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയെങ്കിൽ ക്ഷമിക്കണം. സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ബായ്.